നമസ്കാരം. നാളെ മെയ് മാസം 1-ാം തീയതി. വരുന്ന 10 ദിവസത്തിനകം ഞാനീ പറയുന്ന നക്ഷത്ര ജാതകർക്ക് ഒരു ധനപരമായ നേട്ടം സംഭവിക്കാൻ പോവുകയാണ്. ഇവരുടെ ദാരിദ്ര്യവും കടവും ഒക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു അവസരം ഇവരുടെ മുന്നിൽ തെളിയുകയാണ്. സർവശക്തനായ ഈശ്വരൻ്റെ അനുഗ്രഹം ഈ നക്ഷത്ര ജാതകർക്ക് ഒപ്പമുണ്ടാകും. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഇവർക്ക് നടന്നു കിട്ടും. അതൊരു പക്ഷേ ഒരു ബാങ്ക് ലോണാകാം, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുന്ന ഒരു കാര്യമാകാം, അല്ലെങ്കിൽ വർഷങ്ങളായി അവർ പരിശ്രമിച്ച ഒരു കാര്യമാകാം. ഏതായാലും ഈ നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ നേട്ടവും ഭാഗ്യവും ഉയർച്ചയും വന്നു ചേരാൻ പോകുന്നു. ആ ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഒക്കെയും ലൈക്ക് കാണുന്നുണ്ട്, കമൻറ്റ് കാണുന്നുണ്ട്. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ തന്നെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. മെയ് 1 മുതൽ 10 ദിവസത്തിനകം ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും കടക്കുന്ന ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ചില നക്ഷത്ര ജാതകർക്ക് സമയം അനുകൂലമാകുന്നത് വളരെ പെട്ടെന്നാണ്. അവരുടെ കഷ്ടപ്പാടുകൾ അവസാനിക്കും, ദുരിത ദുഃഖങ്ങളൊക്കെ മാറും. അവരുടെ ജീവിതത്തിൽ വലിയ നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്നത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെയാവും. ഒരു പ്രത്യേക വഴിത്തിരിവാണത്. ഇവർ ഹനുമാൻ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക, അവിടെ വെണ്ണ നിവേദ്യം നടത്തി പ്രാർത്ഥന നടത്തുക. വരാനിരിക്കുന്ന 10 ദിവസങ്ങൾ ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള ദിനങ്ങൾ തന്നെയാണ്. കടബാധ്യതകൾ പരിഹരിക്കപ്പെടുന്നു. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാൻ സാധിക്കുന്നു. മംഗല്യഭാഗ്യം വന്നു ചേരുന്നു. ദുഃഖങ്ങളൊക്കെ തീരുന്നു. ശക്തിയൊക്കെ വർദ്ധിച്ച് നല്ല രീതിയിൽ നല്ല ഉയർച്ച വന്നു ചേരും. അതുപോലെ രോഗാദി ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് ആ രോഗങ്ങളൊക്കെ കുറയുകയും നല്ല ട്രീറ്റ്മെൻറ്റ് ലഭിക്കുകയും നല്ല രീതിയിൽ രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ആദ്യത്തെ നക്ഷത്ര ജാതകനെ അറിയാം. അത് മറ്റാരുമല്ല, രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്ര ജാതകരുടെ കടബാധ്യതകൾ പരിഹരിക്കപ്പെടും. പിണങ്ങി നിന്ന സുഹൃത്തുക്കളൊക്കെ, അത് മറ്റാരാണെങ്കിലും ആ പിണക്കമൊക്കെ മാറി, ആ തെറ്റിദ്ധാരണകളൊക്കെ മാറി മടങ്ങി വരുന്ന സമയമാണ്. അതുപോലെ തന്നെ 10 ദിവസത്തിനകം ധനപരമായി ഒരു നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഇവർക്ക് വന്നു ചേരും. ഗുണകരമായ അവസ്ഥ വന്നു ചേരും. അതുപോലെ തന്നെ വിദേശത്തേക്കൊക്കെ പോകാൻ തടസ്സമൊക്കെ നേരിട്ടവർക്ക് അതൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ്. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഇവർക്ക് വന്നു ചേരും. ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. സന്തോഷകരമായ പല നല്ല വാർത്തകളും ഇവർക്ക് വന്നു ചേരും. പുത്രലാഭം ഉണ്ടാകും, പുത്രഗുണമുണ്ടാകും. സ്വാർത്ഥ സ്വഭാവം നിയന്ത്രിച്ച് തന്നെ മുന്നോട്ട് പോകണം. ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക, അവിടെ കുങ്കുമാർച്ചനയൊക്കെ നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക. ഏതായാലും രോഹിണി നക്ഷത്ര ജാതകരുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി നല്ല ആരോഗ്യവും ഐശ്വര്യവും ധനലബ്ധിയുമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന നക്ഷത്രം, അത് മകയിര നക്ഷത്രമാണ്. മകയിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് അല്പം മാറ്റുന്നത് നന്നായിരിക്കും. ഇനി ഐശ്വര്യത്തിൻ്റെ സമയമാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ മാറി മകയിരത്തിന് രക്ഷപ്പെടാൻ സാധിക്കും. മകയിര നക്ഷത്ര ജാതകനെ സംബന്ധിച്ച് കുശാഗ്ര ബുദ്ധി ശകലം പോലും ഇല്ല. ആരെയും അമിതമായി വിശ്വസിക്കുകയും പല ചതിവുകളും അബദ്ധങ്ങളും ഇവർക്ക് വന്നു ചേരുകയും ചെയ്യും. ഇനി ധനാഭിവൃദ്ധിയുടെ സമയമാണ്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്നു. ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമൊക്കെ ഇവരെത്തിച്ചേരും. ഗണപതി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി ഗണപതി ഹോമം നടത്തുക. മാസത്തിലൊരിക്കൽ ഇത് നടത്തി മുന്നോട്ട് പോകണം. നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കും. മുത്തുമാരിയമ്മയുടെ അനുഗ്രഹമുണ്ടാകും. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ശിവഭഗവാന്റെ അനുഗ്രഹമുണ്ടാകും. നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ
ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിക്കുകയും വേണം. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവുമാണ് ഇനി വന്നു ചേരുക. അടുത്ത നക്ഷത്രം മകമാണ്. സ്വാർത്ഥ സ്വഭാവം നിയന്ത്രിക്കുക. നിങ്ങൾ ലക്ഷ്യം നേടുക തന്നെ ചെയ്യും. എത്ര വലിയ പരാജയത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും ആ പരാജയമൊക്കെ മാറി വിജയത്തിലേക്ക് എത്തും ഉറപ്പാണ്. ഒന്ന് രക്ഷപ്പെടണമെന്ന നിങ്ങളിലെ ആ വലിയ ആഗ്രഹം നിറവേറ്റാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു സങ്കടം നിങ്ങൾ മറന്നേക്കുക. ഇനി നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറുന്ന സമയമാണ്. വിദേശത്തൊക്കെ നിൽക്കുന്നവർക്ക് നല്ല സമയമാണ്. പിണക്കങ്ങളൊക്കെ മാറി ഇണക്കത്തോടു കൂടി കഴിയുവാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. ഏതായാലും നല്ല സമയമാണ്. മകനക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിനങ്ങൾ ഈ 10 ദിനങ്ങൾ തന്നെയായിരിക്കും. ഒരുപാട് വരുമാനമൊക്കെ വർദ്ധിക്കും. രോഗശാന്തി കാണുന്നുണ്ട്. ആരോഗ്യം മെച്ചപ്പെടുന്ന സമയമാണ്. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ബിസിനസ്സിലൊക്കെ ഉയർച്ച വന്നു ചേരുന്ന സമയം കൂടിയാണ്. ഏതായാലും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് ഉണ്ടാകുന്ന സമയം. അടുത്ത നക്ഷത്രം അത്തമാണ്. ഭംഗിയായി സംസാരിക്കുന്നത് മൂലം വളരെ നല്ല പേരും പ്രശസ്തിയും നേടാൻ സാധിക്കുന്ന സമയമാണ്. ഇവരുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറാൻ പോവുകയാണ്. ജീവിതത്തിൽ ഇനി രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ്. അത്തം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ 3 വർഷക്കാലം ഒരുപാട് ദുരിത ദുഃഖങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ ആ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്നു. ഇനി ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ വന്നു ചേരുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയുന്നു. എല്ലാ കാര്യത്തിലും ധൃതി കാട്ടാതെ ശാന്തത കാട്ടി മുന്നോട്ട് പോവുക. വിജയം ഉറപ്പാണ്. എടുത്തുചാട്ടം കുറയ്ക്കുക. സ്വന്തം ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. ശിവഭഗവാന് ധാര പിൻവിളക്കൊക്കെ നടത്തി മുന്നോട്ട് പോവുക. അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന, നേട്ടങ്ങൾ ഒരുപാട് നേടിയെടുക്കാൻ കഴിയുന്ന, പാപങ്ങളൊക്കെ തീരുന്ന, ദുഃഖദുരിതങ്ങളൊക്കെ അവസാനിച്ച് ശക്തിയൊക്കെ വർദ്ധിച്ച് രോഗശമനമൊക്കെ ഉണ്ടായി നല്ല രീതിയിൽ രക്ഷപ്പെടുന്ന ഒരു നക്ഷത്രമുണ്ട്. അത് മറ്റാരുമല്ല, രേവതി നക്ഷത്രമാണ്. രേവതിക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ഗുരുവായൂരൊക്കെ ദർശനം നടത്തുക. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാൽപ്പായസമൊക്കെ നടത്തുക. തീർച്ചയായിട്ടും വരാനിരിക്കുന്ന സമയം വളരെയേറെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയുമാണ്. അതുപോലെ തന്നെ തിരുപ്പതിയിൽ ദർശനം നടത്തുക. ലോണൊക്കെ പാസ്സായി കിട്ടും. ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ മാറിക്കിട്ടും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഈ ഒരു കാലഘട്ടത്തിൽ ഇവർക്ക് കഴിയും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് രേവതി എത്തുന്നത്. രേവതി നക്ഷത്ര ജാതകർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഓം നമോ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. നിങ്ങളുടെ പ്രതിസന്ധി അവസാനിക്കുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്നു. ജീവിതത്തിൽ വലിയ നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ എത്താനുള്ള ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരുകയാണ്. വരുന്ന 10 ദിവസം നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ്. അങ്ങനെ വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടട്ടെ. അന്നദാനം, ദാനധർമ്മം ഇതൊക്കെ നടത്തുക. തീർച്ചയായും വരാനിരിക്കുന്ന ദിനങ്ങൾ വളരെയേറെ ഭാഗ്യത്തിൻ്റെതായിരിക്കും. നന്ദി, നമസ്കാരം.